തിരുവനന്തപുരം നഗരസഭയിലെ പരാജയത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച് ശശി തരൂർ MP. 1.5 വർഷം മുൻപ് താൻ നൽകിയ മുന്നറിയിപ്പ് കോൺഗ്രസ് നേതൃത്വം അവഗണിച്ചു. നഗരത്തിലെ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിച്ചു. പറയാനുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് അകത്ത് തന്നെ പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്തിൽ BJP പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് സംശയമില്ല. അവർ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലം അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ 2024 ഈ 4ാം തവണ വിജയം വെട്ടിനേരിയപ്പോഴും കൂടി നഗരത്തിൽ ഭൂരിപക്ഷം അവർക്കായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴേ കണ്ടൊരു വാർണിംഗ് സിഗ്നൽ ഞാൻ അപ്പോഴേ ചൂണ്ടിക്കാണിച്ചൊരു വിഷയമാണ്. നമ്മളുടെ പ്രവർത്തനത്തിൽ ചില കുറവ് ഉണ്ടായിട്ടുണ്ടാവാം. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിയുടെ ഓരോരോ ജനങ്ങളുടെ ഇടയിൽ നമ്മുടെ സന്ദേശം എത്തിക്കുന്നതിൽ വളരെ കുറവുണ്ടായിട്ടുണ്ടാവാം. അതിനെ നമ്മൾ ഈ 1.5 വർഷത്തിൽ മാറ്റാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ജനങ്ങൾ കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത പോലെ നഗരത്തിൽ BJPക്ക് സപ്പോർട്ട് കൊടുത്തു. കൂടുതൽ വിശദാംശങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിമർശനമാണ് നേതൃത്വത്തിനെതിരെ തരൂർ നടത്തിയത്. പ്രധാനമായും അദ്ദേഹം വ്യക്തമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? KP സുരേഷ്, ഇന്ന് അല്പസമയങ്ങൾക്ക് മുമ്പ് നടന്നൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് അവിചാരിത മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ശശി തരൂർ തിരുവനന്തപുരം നഗരസഭയിൽ, അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയിൽ BJP ഭരണത്തിലേറി എന്നുള്ള കാര്യമാണ്. BJP ഉണ്ടാക്കിയ ഒരു മുന്നേറ്റത്തെ അദ്ദേഹം അംഗീകരിക്കുകയാണ് ചെയ്തത്. BJP കൃത്യമായി പ്രവർത്തനം നടത്തി. ആ പ്രവർത്തനത്തിൻ്റെ ഫലം BJPക്ക് ഉണ്ടായി എന്നുള്ളത് കൃത്യമായി അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. മറുഭാഗത്ത് കോൺഗ്രസ് നേതൃത്വത്തിനുള്ള വിമർശനം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത്. കാരണം തിരുവനന്തപുരത്ത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് UDFനുണ്ടായ പരാജയങ്ങൾ, വോട്ടിലുണ്ടായ കുറവ്, ഇതൊക്കെ കൃത്യമായി തന്നെ അദ്ദേഹവും മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹവും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ നിലപാട് അദ്ദേഹത്തിനുണ്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ശശി തരൂർ MP പറഞ്ഞതിൽ പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം നഗരസഭയിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ആ ഒരു വ്യക്തമായ സാഹചര്യത്തിൽ പോലും അത് കണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു പ്രവർത്തനം നടത്തുവാൻ കോൺഗ്രസിന് സാധിച്ചില്ല. അക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് വിജയിച്ച് MP ആവുകയും ചെയ്തു. എന്നാൽ അപ്പോഴും ആ തിരഞ്ഞെടുപ്പിലുണ്ടായ ഒരു മാറ്റം, ആ തിരഞ്ഞെടുപ്പിലെ ട്രെൻഡ് മാറുന്നു എന്നുള്ളത് തനിക്ക് കിട്ടിയ സൂചനകൾ, അത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് താൻ കൃത്യമായി നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോൾ പോലും തദ്ദേശ തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കിക്കൊണ്ട് ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുന്നേറ്റം നടത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ കോൺഗ്രസിന് സാധിച്ചില്ല. കോൺഗ്രസിൻ്റെ ഭാഗത്തിൻ്റെ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെയാണെന്നുള്ള വിമർശനം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും അതിനു മുമ്പുമൊക്കെ കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനുള്ള കാരണം കോൺഗ്രസ് തന്നെയാണ്. കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. തിരഞ്ഞെടുപ്പിനനുസരിച്ച് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ട്രെൻഡ് മാറുന്നത് അത് മനസ്സിലാക്കി കൃത്യമായിട്ട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വാർഡ് തലത്തിൽ നടത്തുവാൻ സാധിച്ചില്ല. അതൊക്കെ തന്നെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. തനിക്ക് പറയാനുള്ളത് താൻ കൃത്യമായി പറയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ BJPക്കുണ്ടായ ഈ വോട്ട് ഭരണവും അത് തന്നെ വോട്ടിലുണ്ടായ വർധനവുമൊക്കെ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അത് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെ ഈ ഒരു ഭരണ തകർച്ചയിൽ അത് നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ ഒരു സമയത്ത് ഭരണം തുടർച്ച കിട്ടാതെ പോയ സാഹചര്യമുണ്ട്. വോട്ടിലടക്കം കുറവുണ്ടായിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ ഗൗരവത്തോടുകൂടി കാണുകയാണ്. പാർട്ടി നേതൃത്വവുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള തൻ്റെ അഭിപ്രായം താൻ തുടർന്നും പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തത്. KP സുരേഷ്. MS വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.